ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പിതാവിനോ പിതൃതുല്യരായവർക്കോ മാതാവിനോ മാതൃതുല്യരായവർക്കോ ദോഷം വരുത്തുന്ന ചില ജനനങ്ങളെ സംബന്ധിച്ച് പറയാം. ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഉത്രം നക്ഷത്രത്തിൻ്റെ ഒന്നാമത്തെ പാദത്തിൽ ജനനം ഉണ്ടാകുമ്പോഴും അത്തം നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിൽ ജനനം ഉണ്ടാകുമ്പോഴും ആയില്യം നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തെ പാദത്തിൽ ജനനമുണ്ടാകുമ്പോഴും ഭരണി നക്ഷത്രത്തിൻ്റെ നാലാമത് പാദത്തിൽ ജനനം ഉണ്ടാകുമ്പോഴും ചിത്തിര നക്ഷത്രത്തിൻ്റെ മൂന്നാമത്തെ പാദത്തിൽ ജനിക്കുമ്പോഴും രേവതി നക്ഷത്രത്തിൻ്റെ നാലാമത്തെ പാദത്തിൽ ജനിക്കുമ്പോഴും പൂയം നക്ഷത്രത്തിൻ്റെയും കാർത്തിക നക്ഷത്രത്തിൻ്റെയും 2ഉം 3ഉം പാദങ്ങളിൽ ജനനം ഉണ്ടാകുമ്പോഴും ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ പിതാവിനോ പിതൃതുല്യരായവർക്കോ ദോഷം ഉണ്ടാകുന്നതാണ്. എന്നാൽ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ മാതാവിനോ മാതൃതുല്യരായവർക്കോ ആയിരിക്കും ദോഷം ഉണ്ടാകുന്നത്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.